അസ്സലാമു വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇടനാടൻ ബ്ലോഗ്. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ മോമോസ്. വാവ്! എല്ല് കുറഞ്ഞ ചിക്കൻ എടുക്കുക, നന്നായിട്ട് കഴുകുക. ഓക്കെ, നന്നായിട്ട് കഴുകിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ചേർത്ത് പുഴുകിയെടുക്കുക. നല്ല മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പും എല്ലാം ചേർത്ത് ചിക്കൻ പുഴുങ്ങി കഴിഞ്ഞു. ഓക്കെ, ഇത് പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷമായിട്ട് മൈദ മാവ് എടുക്കുക. അതിൽ നല്ല ഉപ്പും പച്ചവെള്ളവും ചേർത്ത് നല്ല സ്വല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതുപോലെ കുഴച്ച് ബെറോട്ടയുടെ മാവ് പോലെ എടുക്കുക. ഓക്കെ, അടുത്തത് അത് റെഡിയാക്കിയിട്ടാണ് അത് കൊണ്ട് പരത്തിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പുഡിംഗ് ഉണ്ടാക്കി. ജപ്പാൻകാരുടെ മോമോസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളെ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ സാധനം നോമ്പ് തുറയ്ക്ക് നല്ല അടിപൊളി ഐറ്റമാണ്. കാരണം എണ്ണയൊന്നും ചേരുന്ന ഐറ്റമല്ല, വളരെ ആവിയിൽ റെഡിയാക്കി എടുക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഈ ചൈനക്കാരൊക്കെ ഇങ്ങനെ വെളുവിള ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആവിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളെ മസാല ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലെന്ന് പറയാം നമ്മുടെ ചിക്കൻ റെഡിയാക്കുക. ചിക്കൻ ഇടുക, ആവശ്യത്തിനുള്ള ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. സ്വല്പം സോയാ സോസ് ചേർക്കുക. ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി കൊടുക്കുക. ഇതിൽ വേറെ എരി ചേർക്കുന്നതല്ല, വെറും കുരുമുളക് പൊടിയാണ്. മമ്മൂസിൻ്റെ ലാസ്റ്റ് പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പരത്തി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവിയിലാണ് ഉണ്ടാക്കുന്നത്. ആവി ഉള്ള ഇതിലേക്ക് ഇഡ്ഡലി പാത്രത്തിലോ എന്തെങ്കിലും ഇതേപോലെ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അടച്ച് നന്നായിട്ട് ആവിയിൽ റെഡിയാക്കി എടുക്കുക. ഇതുപോലുള്ള ഐറ്റങ്ങൾ ഉണ്ടാക്കി കഴിച്ചവരൊക്കെ ലൈക്ക് അടിക്കണം. അതേപോലെ കമൻറ്റുകൾ ഇടണം. സാധനം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഉണ്ടാക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. ഓക്കെ, ബൈ ബൈ.